കേരളത്തെ ഞെട്ടിച്ച കൊലപാതക വാർത്തയാണ് ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് വന്നത്. അവിടെ ഇരട്ടക്കൊലക്കേസിൽ കൊലപാതകം നടന്ന പച്ചടിയിലെ പുരയിടത്തിൽ നടത്തുന്ന തിരച്ചിൽ ഇന്നും തുടരും. പ്രതി സജി പിതാവ് മാത്യുവിനെ കൊന്നു കുഴിച്ചുമൂടി എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. ഇന്നലെ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത അസ്ഥി മനുഷ്യന്റേതാണോ എന്ന് പരിശോധിക്കും. മനുഷ്യന്റേതാണെന്ന് കണ്ടെത്തിയാൽ DNA പരിശോധന നടത്താനുമാണ് നീക്കം. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇരട്ട കൊലപാതകത്തിന് പിന്നാലെയാണ് പിതാവിന്റെ തിരോധാനം കൂടി ഇതിൽ വരുന്നത്. അങ്ങനെയാണ് വീണ്ടും ഈ പറമ്പ് കുഴിച്ചുള്ള പരിശോധനകൾക്കൊക്കെ നടക്കുന്നത്. ഇന്നലെ അവിടെ നിന്ന് വസ്ത്രത്തിന്റെ കഷ്ണങ്ങളും ഒപ്പം തന്നെ അസ്ഥിയും കണ്ടെത്തിയിരുന്നു. അതിലൊരു DNA പരിശോധന വളരെ നിർണായകമായി വരികയാണ്. സജി ഇത് സംബന്ധിച്ച് കുറ്റം സംബന്ധിച്ചുള്ള എന്തെങ്കിലും മൊഴികൾ നൽകിയിരുന്നു പോലീസിന്? സജി ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ മൊഴി നൽകിയില്ല. അവ്യക്തമായ ചില സൂചനകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടന്ന പച്ചടിയിലെ വീടിന്റെ പരിസരം കുഴിച്ച് പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നു. ഇന്നലെ നടത്തിയ പരിശോധന, ഇന്നലെ ഏതാണ്ട് 4 മണിക്കൂറോളം ആ പ്രദേശം കുഴിച്ച് പരിശോധിക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടന്നു. അതിൽ നിന്നാണ് ഒരു അസ്ഥിയും വസ്ത്രത്തിന്റെ അംശവും കണ്ടെത്തിയത്. പക്ഷേ ഈ അസ്ഥി മനുഷ്യന്റേതാണോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. അതിന് ഫോറൻസിക് പരിശോധന ആവശ്യമാണ്. ഫോറൻസിക് പരിശോധനയിൽ മനുഷ്യന്റേതാണ് എന്ന് തെളിഞ്ഞാൽ അത് DNA പരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലാണ് വീണ്ടും ഇന്നും കുഴിച്ച് പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി സജിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. വീണ്ടും റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗത്തിൽ കൂടുതൽ പരിശോധന നടത്തുക എന്നുള്ള നീക്കത്തിലാണ് പോലീസ് ഈ ഘട്ടത്തിലുള്ളത്. 2018 മാർച്ച് 3-നാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതാകുന്നത്. മകളുടെ ചികിത്സാ ആവശ്യത്തിനായി കട്ടപ്പനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത്. പിന്നീട് ഇയാൾ നെടുങ്കണ്ടം ടൗണിൽ വെച്ച് കണ്ട ആളുകളുമുണ്ട്. ആ ഘട്ടത്തിൽ ചില അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയെങ്കിലും തുമ്പൊന്നും കിട്ടാതെന്നതോടുകൂടി അന്വേഷണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ സജി 2 പേരെ കൊലപ്പെടുത്തി, മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലാവുന്നതോടുകൂടിയാണ് കഥയിൽ ഒരു പുതിയ ടെസ്റ്റ് വരുന്നത്. ബന്ധുക്കൾ തന്നെയും സജി പിതാവിനെ കൊലപ്പെടുത്തുകയാണോ എന്നുള്ള സംശയം ഉന്നയിക്കുന്നു. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ ചില സൂചനകൾ സജിയുടെ ഭാഗത്തു നിന്ന് പോലീസിന് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ പരിശോധന. എന്നാൽ ഇങ്ങനെ ഒരു കൊലപാതകം താൻ ചെയ്തു എന്ന ആദ്യഘട്ടത്തിൽ സജി സമ്മതിച്ചിരുന്നില്ല. പിന്നീട് നിരന്തരമായ ചോദ്യം ചെയ്യലിലാണ് വീടിന്റെ മുറ്റത്ത് കുഴിച്ചു നോക്കിക്കോ എന്നുള്ള നിലയിലേക്ക് ഉള്ള ഒരു പ്രതികരണം സജി നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിസരവും മറ്റും അതിന് സമീപത്തുള്ള ഏലക്കാടും മറ്റും കുഴിച്ചു നോക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഇന്നും JCB ഉപയോഗിച്ച് അവിടെ കുഴിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കിട്ടിയാലത് ഈ കേസിൽ നിർണായകമാകും. ഒരു അപസർപ്പക കഥയെ വെല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. ഏതായാലും ക്രൂരമായ കൊലപാതകമാണ് സജി രണ്ടാഴ്ച മുമ്പ് നടത്തിയത് എന്നുള്ളതാണ്. സ്വന്തം മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടുമുറ്റത്ത് കുഴിച്ചിടുകയും പിന്നീട് അത് മറച്ചുവെക്കുകയും ചെയ്തു. ഒളിവിൽ പോയി ഈ 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനെ തുടർന്ന് ഒളിവിൽ പോവുകയും പിന്നീട് പോലീസിൽ കീഴടങ്ങി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന കുറ്റം സമ്മതിക്കുകയും ചെയ്ത ആളാണ് സജി. ഇതിനിടയിലാണ് സ്വന്തം പിതാവിനെ കൂടി സജി കൊലപ്പെടുത്തി എന്നുള്ള സംശയങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. പോലീസ് അന്വേഷണം സജീവമാക്കുകയാണ്. ഇന്നും പച്ചടിയിലെ വീടിന്റെ പുരയിടം കുഴിച്ച് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. ജിൽസി, ശരി. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമങ്ങൾ, പരിശോധനകളാണ് നെടുങ്കണ്ടത്ത് നടക്കുന്നത്.